ആൽക്കെയിൻസിൽ ഉള്ള ഒരു ബോണ്ടാണ് CX ബോണ്ട് അല്ലേ? അതായത് കാർബൺ ആറ്റവും ഹാലജൻ ആറ്റവും തമ്മിലുള്ള ബോണ്ട്. ഈ ബോണ്ടിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഈ പ്രത്യേകതകളെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ കാർബണിനെ പറ്റിയിട്ടും ഹാലജനെ പറ്റിയിട്ടും ഒന്ന് ഓർക്കണം. കാർബണിനെ പറ്റി പറയുകയാണെങ്കിൽ ഹാലജനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാർബൺ കൂടുതൽ ഇലക്ട്രോ പോസിറ്റീവാണ് അല്ലെങ്കിൽ ലെസ് ഇലക്ട്രോ നെഗറ്റീവാണ് എന്ന് പറയാം. ഇവിടെ ഹാലജൻ ആറ്റം ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ കാർബണും ഹാലജനും തമ്മിലുള്ള ബോണ്ടിന് ഒരു ചാർജ് സെപ്പറേഷൻ ഉണ്ട്. അതാണ് ഇവിടെ ഡെൽറ്റ മൈനസ് എന്നും ഡെൽറ്റ പ്ലസ് എന്നും സൂചിപ്പിച്ചിരിക്കുന്നത്. എക്സ് എന്ന് പറയുന്ന ഹാലജൻ കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇതിന് സ്ലൈറ്റ് നെഗറ്റീവ് ചാർജാണ്. മാത്രവുമല്ല കാർബണിന് ഇലക്ട്രോ പോസിറ്റീവ് നേച്ചറാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ ഇവിടെ ഇതിന് സ്ലൈറ്റ് പോസിറ്റീവ് ചാർജുമാണ്. അപ്പോൾ ഇത്തരത്തിൽ ചാർജ് സെപ്പറേഷൻ ഉണ്ടെങ്കിൽ അത്തരം ബോണ്ടുകളുടെ പ്രത്യേകത അവ പൊളാരിറ്റി അല്ലെങ്കിൽ പൊളാർ നേച്ചർ കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ പൊളാർ നേച്ചർ കാണിക്കുന്ന ഒരു ബോണ്ടാണ് CX ബോണ്ട്. അതുകൊണ്ട് തന്നെ ഈ CX ബോണ്ടിന് ഒരു പൊളാർ നേച്ചർ ഉണ്ട് എന്ന് പറയാം. ഹാലജൻ ആറ്റം മാറുന്നതിനനുസരിച്ചിട്ട് ഈ പൊളാരിറ്റി അല്ലെങ്കിൽ പൊളാർ നേച്ചറിൽ പലതരം വ്യത്യാസങ്ങൾ സംഭവിക്കും. അത് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഇവിടെ ഹാലജൻ ആറ്റം എന്ന് പറയുന്നത് ഗ്രൂപ്പ് 17 എലമെൻറ്റ്സ് ആണ് അല്ലേ? ഏതൊക്കെയാണ് ആ എലമെൻറ്റ്സ്? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എന്നിവയാണവ. ഈ ഒരു ഗ്രൂപ്പിൽ എലമെൻറ്റ്സിനെ മുകളിൽ നിന്നും താഴേക്ക് ഒന്ന് കൺസിഡർ ചെയ്യൂ. നമുക്കറിയാവുന്ന പോലെ തന്നെ ഫ്ലൂറിൻ മുതൽ അയഡിൻ വരെ എത്തുമ്പോഴേക്കും ദ സൈസ് ഓഫ് ദ ആറ്റം ഇൻക്രീസസ്. ആറ്റത്തിൻ്റെ സൈസ് കൂടി വരുന്നു. അതോടൊപ്പം തന്നെ ഈ ആറ്റത്തിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞു വരുന്നു. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിക്രീസസ്. അതിനാൽ ഫ്ലൂറിനാണ് കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം. എന്നാൽ അയഡിനിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുക. അതുകൊണ്ട് തന്നെ കാർബൺ ഫ്ലൂറിനുമായിട്ട് ചേർന്നുണ്ടാകുന്ന CF ബോണ്ട് കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ ആ ബോണ്ട് കൂടുതൽ പൊളാറാണ്. എന്നാൽ കാർബണും അയഡിനും തമ്മിലുള്ള ബോണ്ടാണെങ്കിലോ ആ ബോണ്ട് കാർബണും ഫ്ലൂറിനും ആയിട്ട് കമ്പയർ ചെയ്യുന്ന ബോണ്ടിനേക്കാൾ പൊളാരിറ്റി കുറവുള്ളതായിട്ട് കാണാം. അപ്പം നമുക്ക് പറയാം, ആസ് വി മൂവ് ഡൗൺ ദി ഗ്രൂപ്പ് സൈസ് ഓഫ് ദ ആറ്റം ഇൻക്രീസസ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിക്രീസസ്, therefore the polarity of CX bond decreases. Polarity of CX bond decreases with change in the halogen atom from fluorine to iodine. ഫ്ലൂറിനുമായിട്ട് ചേർന്നുണ്ടാകുന്ന കാർബൺ ഹാലജൻ ബോണ്ടിൻ്റെ അത്രയും പൊളാർ ആയിരിക്കില്ല കാർബൺ അയഡിൻ ബോണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചില എക്സാമ്പിൾസ് നോക്കൂ. CH3X എന്ന് പറയുന്ന ഒരു ഹാലോ ആൽക്കെയിനിലെ ഹാലജൻ ആറ്റം ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. CH3F, CH3Cl, CH3Br, CH3I. നമുക്കറിയാം ഫ്ലൂറിൻ മുതൽ അയഡിൻ വരെ വരുമ്പോഴേക്കും ഇവയുടെ ആറ്റമിക് സൈസ് കൂടി വരുന്നു, ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞു വരുന്നു. അതുകൊണ്ട് തന്നെ ഈ ബോണ്ടിൻ്റെ പൊളാർ നേച്ചറും കുറഞ്ഞു വരുന്നു. ഏത് ബോണ്ടിൻ്റെ? കാർബണും ഹാലജനും തമ്മിലുള്ള ബോണ്ടിൻ്റെ പൊളാരിറ്റി കുറഞ്ഞു വരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ബോണ്ടിൻ്റെ പ്രധാനപ്പെട്ട ചില ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റേഴ്സ് നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് പാരാമീറ്ററാണ് ബോണ്ട് ലെങ്ത്ത് അല്ലേ? അപ്പോൾ ഫ്ലൂറിൻ മുതൽ അയഡിൻ വരെ എത്തുമ്പോഴേക്കും കാർബൺ ഹാലജൻ ബോണ്ട് ലെങ്ത്തിന് എന്ത് സംഭവിക്കുന്നു? ബോണ്ട് ലെങ്ത്ത് കൂടുന്നു. ബോണ്ട് ലെങ്ത്ത് ഇൻക്രീസസ്. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു പാരാമീറ്ററാണ് ബോണ്ട് എൻതാൽപ്പി. കാർബൺ ഹാലജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ട എമൗണ്ട് ഓഫ് എനർജീനെയാണ് ബോണ്ട് എൻതാൽപ്പി എന്ന് വിളിക്കുന്നത്. ബോണ്ട് എൻതാൽപ്പി ഡിക്രീസസ്. എന്തുകൊണ്ടാണ് ബോണ്ട് എൻതാൽപ്പി ഡിക്രീസ് ചെയ്യുന്നത്? കാർബണും ഫ്ലൂറിനും ആകുമ്പോൾ ഫ്ലൂറിൻ വളരെ സ്മോൾ സൈസ് ആയതുകൊണ്ടും ഹൈ ഇലക്ട്രോനെഗറ്റീവ് ആയതുകൊണ്ടും കാർബണുമായിട്ട് വളരെയധികം യോജിച്ചിരിക്കും. അപ്പോൾ അതിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് കൂടുതൽ എമൗണ്ട് ഓഫ് എനർജി വേണ്ടി വരും. എന്നാൽ ഫ്ലൂറിനിൽ നിന്ന് അയഡിനിലേക്ക് എത്തുമ്പോൾ അയഡിൻ്റെ സൈസ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. മാത്രമല്ല അവർ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവുമാണ്. അതിനാൽ കാർബണുമായിട്ട് ഫോം ചെയ്യുന്ന ബോണ്ട് ഫ്ലൂറിൻ്റെ അത്ര കണ്ട് സ്ട്രോങ് ആയിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് എമൗണ്ട് ഓഫ് എനർജി ഉപയോഗിച്ചുകൊണ്ട് ആ ബോണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ബോണ്ട് എൻതാൽപ്പി ഡിക്രീസസ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ് ഡൈപോൾ മൊമെൻറ്റ്. നമ്മൾ പറഞ്ഞിരുന്നു ഫ്ലൂറിൻ മുതൽ അയഡിൻ വരെ എത്തുമ്പോഴേക്കും കാർബൺ ഹാലജൻ ബോണ്ടിൻ്റെ
പൊളാരിറ്റി കുറഞ്ഞു വരുന്നുവെന്ന്. പൊളാരിറ്റി കുറഞ്ഞു വരുന്നത് കാരണം വാട്ട് അബൌട്ട് ദ ഡൈപോൾ മൊമെൻറ്റ്? ഡൈപോൾ മൊമെൻറ്റ് ഓൾസോ ഡിക്രീസസ്. ഡൈപോൾ മൊമെൻറ്റിനെ സൂചിപ്പിക്കുന്ന യൂണിറ്റ് ഏതാണ്? നമ്മൾ കഴിഞ്ഞ വർഷത്തെ ക്ലാസ്സുകളിലാണ് പഠിച്ചിട്ടുള്ളത്. ഡൈപോൾ മൊമെൻറ്റിനെ സൂചിപ്പിക്കുന്നത് ഡിബൈ യൂണിറ്റിലാണ്. അപ്പോൾ ഡിബൈ യൂണിറ്റിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ഡൈപോൾ മൊമെൻറ്റ് കുറഞ്ഞു വരുന്നതായിട്ടും കാണാം. അപ്പം ഇങ്ങനെ ഹാലജൻ ആറ്റംസ് മാറുന്നതിനനുസരിച്ചുകൊണ്ട് കാർബൺ ഹാലജൻ ബോണ്ടിൽ വരുന്ന പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളാണ് നമ്മൾ പഠിച്ചത്.